മിനിഫൈ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് എന്റെ മരുമോടെ വീട്ടിൽ വന്നതാണ്. അപ്പൊ മരുമോടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വീടിന്റെ മുറ്റത്തിൽ ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്തിരി പടർന്ന് നിൽക്കുന്ന വൃക്ഷം. അപ്പൊ ചോദിച്ചു, മാംഗോസ് ട്രീ ആണെന്ന് പറഞ്ഞു. മാംഗോസ് ട്രീ എനിക്ക് നേരത്തെ അറിയാവുന്ന വൃക്ഷമാണ്. പക്ഷേ ഈ മാംഗോസ് ട്രീ നമുക്ക് മുറ്റത്തും വളർത്താന്നുള്ള കാര്യം ഇപ്പോഴേ മനസ്സിലായി. നേരത്തെയൊക്കെ പലരും പറമ്പിലൊക്കെ വലിയ മരങ്ങളായിട്ടാണ് കാണുന്നത്. അത് നല്ല ബുഷിയായിട്ട് ചെറുതായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷേ ഇത് വർഷത്തിൽ ഒരിടെ കായ്ക്കത്തുള്ളൂ എന്ന് പറയുന്നു. അത് നല്ല പഴമാണ്. ഇത് നമുക്ക് ചില അസുഖങ്ങൾ കൊള്ളാമെന്നൊക്കെ ആൾക്കാർ പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ ഇത് ഇതാണ് സ്നേഹ, എന്റെ മരുമോളാണ്. അപ്പൊ ഇവള് പറയും കാര്യങ്ങൾ പറയും, എന്തൊക്കെയാ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഉണ്ടാക്കാൻ. അപ്പൊ ഇത് ഈ മരം എത്ര വർഷമായ മരമായി നിൽക്കുന്നത്? ഇത് 10-25 വർഷമായ 25 വർഷമായ മരമാണ്. അപ്പം എത്ര വർഷം കായ്ക്കുന്നത്? 5 വർഷമാകുമ്പോ ഇത് കായ്ക്കും. 5 വർഷം കായ്ക്കും. നിറയെ കായ്ക്കും ഇതെല്ലാം. നല്ലതായിട്ട് കായ്ക്കും. ഇത് ക്ലീശല്യൊക്കെ ഉണ്ടാവുന്നത്? അല്ലാത്ത കിളികളൊക്കെ കല്ല് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ പഴം നശിച്ചു പോകും. പിന്നെ അപ്പൊ വലിയ കായകൾ ഉണ്ടാവുന്നത് ഇതല്ലേ? ആ കായകൾ കാണിക്കാം. കാണിക്കാം. ഇതാണ് കായില്ല. ഇത് എത്രയുള്ള വലുപ്പം ഇതിന്റെ? ചില കായകൾക്ക് കുഞ്ഞ് ഇത്ര വലുപ്പം വരത്തുള്ളൂ. കടകളിലൊക്കെ വലിയത് വരും. കാരണം ഓരോ വശത്ത് നമുക്ക് ചിലപ്പം ചെറുതായിരിക്കും. വളം ഇടുന്നതിനനുസരിച്ച് നമുക്ക് ചെറുതാവും, ചെറുത് വരും. അങ്ങനൊക്കെ മഴ വരുന്ന സമയത്ത് ഇതിൽ ചെറിയ കേട് പോലെ ചെറുതായിട്ട് വരും. അത് സാധാരണ മഴ സീസണിലാണ് കൂടുതലായിട്ട് അങ്ങനെ കാണാവുന്നത്. കായ്ക്കുന്നത് ചില എല്ലാ വർഷവും അങ്ങനെ ഈ സീസണിൽ മഴ പെയ്യണമെന്നൊന്നും ഇല്ല. ഒരു വർഷത്തിൽ ഒരു കായ്ക്കത്തുള്ളൂ. പക്ഷെ ഇത് നമുക്ക് നേഴ്സറിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത് കിട്ടണമെന്നൊന്നും ഇല്ല. ബഡ്ഡിങ് ആണ്. പക്ഷെ അത് അതിൽ എത്രമാത്രം കായ്ക്കുമെന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അത് അങ്ങ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നമുക്ക് ഓൾറെഡി നല്ലത് നമ്മള് അരി പാകി കിളിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട് തന്നെയാണ് ബെറ്റർ ആയിട്ട് കിട്ടാം. ഇതിന് അരി ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് ആരെല്ലാം ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാമല്ലോ. കൊടുക്കാൻ പറ്റും. ബഡ്ഡിങ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ അയ്യങ്ങളിലൊക്കെ ശരിക്കും നട്ടുപിടിപ്പിക്കാവുന്ന ഒരു മരമാണ്. ഇത് ശരിക്കും ആദായമുള്ള മരമാണ്. ബസയിൽ പല അസുഖങ്ങളും കൊള്ളാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒരിക്കലും മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. നമുക്ക്